അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണ് ഒരു ലേഔട്ട് ടെംപ്ലേറ്റിൽ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ അകത്ത് വ്യൂ പോർട്ടൽ സെറ്റ് ചെയ്തിട്ട് ഡ്രോയിങ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി ഓൾറെഡി നമുക്ക് ലേഔട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡ്രോയിങ് കിട്ടിയെന്ന് വിചാരിക്കാം. ലേഔട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡ്രോയിങ് കിട്ടി. പക്ഷേ നമുക്ക് ആ ലേഔട്ടിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ഡ്രോയിങ് കൂടി ആഡ് ചെയ്യണം. അതായത് ആ ഡ്രോയിങ് നമ്മുടെ മോഡലിലില്ല, നമ്മൾ പുതിയതായിട്ട് വരച്ചിട്ട് ആ ഡ്രോയിങ്ങിനെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ലേഔട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുവാണ്. ഓക്കെ, എനിക്ക് പുതിയതായിട്ട് വരയ്ക്കേണ്ട ഡ്രോയിങ് ഇവിടെയാണ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഡ്രോയിങ് ഏത് സ്കെയിലിലാണോ, ഇത് നമുക്കിപ്പോൾ ഏത് ഡയമെൻഷനിലാണോ നമുക്ക് കിട്ടിയത്, അതായത് മില്ലിമീറ്ററോ മീറ്ററോ സെൻറ്റിമീറ്ററോ ഏതാണെന്ന് വെച്ചാൽ കിട്ടിയിരിക്കുന്ന ഡയമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, മോഡലിൽ പോയിട്ട് ആ ഡ്രോയിങ് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഇത് കൊടുത്തു. ഓക്കെ, ഓക്കെ ഓക്കെ ഞാനൊരു പുതിയൊരു ഡ്രോയിങ് വരച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ഡയമെൻഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് 1:1 നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് ഏത് സ്കെയിലാണോ എങ്ങനെയാണോ ഡയമെൻഷൻ കിട്ടിയത് ആ ഡയമെൻഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മോഡലിൽ പോയിട്ട് ഞാനൊരു ഡ്രോയിങ് വരച്ചു. ഇനി എനിക്ക് ഈ ഡ്രോയിങ്ങിനെ നമുക്ക് എവിടെ ആഡ് ചെയ്യണം, നമ്മുടെ ലേഔട്ടിൻ്റെ അകത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ആഡ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പുതിയൊരു വ്യൂ പോർട്ട് ഇവിടെ വരയ്ക്കണം. ഓക്കെ, എനിക്ക് ഒരു വ്യൂ പോർട്ട് മതിയല്ലോ. അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് സിംഗിൾ വ്യൂ പോർട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ഒരു വ്യൂ പോർട്ട് വരച്ച് വെച്ചു. അതിനുശേഷം ഞാൻ വ്യൂ പോർട്ട് ആക്റ്റീവ് ചെയ്ത് മോഡലിൽ നിന്നിട്ട് നമ്മുടെ ആ ഡ്രോയിങ് എവിടെയാണെന്ന് വെച്ചാൽ ആ ഡ്രോയിങ്ങിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊണ്ടുവന്ന്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം കറക്റ്റായിട്ടത് ഇതിൻ്റെ അകത്ത് സൂം ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്കെയിൽ നോക്കിയാൽ സ്കെയിൽ 0.10937 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ടുള്ളൊരു സ്കെയിൽ കിട്ടുമെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ 1:50 കൊടുത്തു. ഓക്കെ, അത് ചെറുതായി പോയി. ഞാൻ 1:100 കൊടുത്തു. ഓക്കെ, അത് വീണ്ടും ചെറുതാണ്. 1:10. ഓക്കെ, 1:10 കൊടുത്തപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടത് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പുതിയൊരു ഡ്രോയിങ് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന ലേഔട്ടിലോട്ട് വരച്ചിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ.